മ്യൂട്ടേഷൻസ് നമ്മൾ mRNAയുടെ സീക്വൻസ് വെച്ച് ഒന്നും കൂടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 സിറ്റുവേഷൻസ് പറയുകയാണ് മ്യൂട്ടേഷൻ്റെ. ഫസ്റ്റ് സിറ്റുവേഷൻ നമ്മുടെ mRNAയിൽ കാണുന്ന സീക്വൻസുകൾ AUG, UUU, UGC, UAC, UCU, CUU, GU. ഈ കറസ്പോണ്ടിങ് ബേസ് സീക്വൻസുകളും അതിൻ്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. സോ AUG എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റർ, മെത്തിയോണൈൻ, ഫീനൈലലൈൻ, സിസ്റ്റീൻ, തൈറോസിൻ, സെറൈൻ, ലൂസിൻ, വാലിൻ. ഇതാണ് ഒരു mRNA, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കാണുന്ന അമിനോ ആസിഡുകൾ. ഇനി നമ്മൾ പറയുന്നത് ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ഒരൊറ്റ ബേസിലാണ് ചേഞ്ച് വരുന്നത് നിൽക്കുക. ഫോർ എക്സാമ്പിൾ ഈ കോഡോണിൽ UAC എന്ന് പറഞ്ഞ കോഡോണിൽ ഈ A എന്ന് പറഞ്ഞ ബേസ് മാറിയിട്ട് G ആയിട്ട് മാറുന്നു. UAC എന്നുള്ളത് A മാറി എന്തായിട്ട് മാറുന്നു? G. അപ്പോൾ UACക്ക് പകരം എന്തായിട്ട് മാറും? UGC. എക്ക് പകരം G ഇൻസേർട്ടഡ് ആവുന്നു. A പോകുന്നു, G ഇൻസേർട്ടഡ് ആവുന്നു. അപ്പോൾ നമുക്കത് പറയാം UGC. സോ UAC ആയിരുന്നപ്പോൾ അതേത് അമിനോ ആസിഡ് ആയിരുന്നു? തൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ആയിരുന്നു. അതേസമയം UGC എന്ന് പറഞ്ഞ കോഡോണായി മാറിയപ്പോൾ അത് എന്ത് അമിനോ ആസിഡായി? സിസ്റ്റീനായി മാറി. സോ തൈറോസിന് പകരം ഈ പറഞ്ഞ ഒരൊറ്റ ബേസിൽ മാറ്റം വന്നപ്പോൾ അതെന്തായി? സിസ്റ്റീനായി മാറി. ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്? പോയിൻറ്റ് മ്യൂട്ടേഷൻ. ഒരൊറ്റ സിംഗിൾ ബേസിൽ ചേഞ്ച് വന്നപ്പോൾ ഈ UAC തൈറോസിനായിരുന്നു. ആ A എന്ന് പറഞ്ഞ ബേസ് മാറി G ആയപ്പോൾ UGC ആയി. അതെന്തായിട്ട് മാറി? അപ്പോൾ അമിനോ ആസിഡ് തൈറോസിന് പകരം എന്തായി മാറി? സിസ്റ്റീനായിട്ട് മാറി. അതൊരു പോയിൻറ്റ് മ്യൂട്ടേഷനുള്ള എക്സാമ്പിൾ. അടുത്തത് ഇത് വേറൊരു അമിനോ ആസിഡാണ്. നമ്മുടെ mRNAയിലുള്ള ബേസ് സീക്വൻസുകൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ കാണിച്ചിട്ടുണ്ട്. AUG, UGG, UAC, GAC, AUU, UUU, UUC. ഇതാണ് അതിൻ്റെ ട്രിപ്ലെറ്റ് കോഡോണുകൾ. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇനീഷ്യേറ്റർ ആയിട്ടുള്ള AUG എന്ന് പറയുന്നത് മെത്തിയോണൈൻ, ഈ മെത്തിയോണൈൻ. അതുപോലെ UGG എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ, UAC എന്ന് പറയുന്നത് തൈറോസിൻ, GAC എന്ന് പറയുന്നത് എസ്പാർട്ടിക് ആസിഡ്, AUU എന്ന് പറയുന്നത് ഐസോലൂസിൻ, UU ഫീനൈലലൈൻ, UUC ഫീനൈലലൈൻ. ഇതാണ് നമ്മൾ പറഞ്ഞ mRNA, അതിൻ്റെ അമിനോ ആസിഡുകൾ. ഇനി വേറൊരു ചേഞ്ച്, വേറൊരു മ്യൂട്ടേഷനുള്ള സാധ്യത പറയുകയാണെങ്കിൽ ഇതേപോലെ UAC എന്ന് പറഞ്ഞ ആ കോഡോണിൽ നമ്മൾക്ക് എന്തായിട്ട് മാറുന്നു? ഈ C മാറിയിട്ട് Cക്ക് പകരം ആര് വരുന്നു? UACക്ക് പകരം UAU എന്നിട്ട് C മാറിക്കഴിഞ്ഞാൽ അവിടെ U ഇൻസേർട്ടഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? UAU എന്ന് പറഞ്ഞ കോഡോണായിട്ട് മാറുന്നു. സോ UAC ആയിരുന്നപ്പോൾ അതെന്തായിരുന്നു? അതിൻ്റെ അമിനോ ആസിഡ് തൈറോസിനാണ്. എന്നാൽ ഈ U ഇൻസേർട്ടഡ് ആയി കഴിഞ്ഞിട്ട് നോക്കിയാൽ UAU എന്ന് പറഞ്ഞിട്ടും അമിനോ ആസിഡ് എന്ത് തന്നെയായി? തൈറോസിൻ തന്നെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ചില അമിനോ ആസിഡുകൾക്ക് ഒന്നിലധികം കോഡോണുകൾ കാണപ്പെടുന്നു, ഡീജനറേറ്റ് എന്ന് പറഞ്ഞിരുന്നു. സോ UAC എന്ന് പറഞ്ഞാലും തൈറോസിനാണ്, UAU എന്ന് പറഞ്ഞാലും തൈറോസിനാണ്. ഇവിടെയുള്ള ഒരു മ്യൂട്ടേഷൻ, ഇവിടെ C മാറി U ആയി UAU, UACക്ക് പകരം UAU എന്ന് വന്നിട്ട് പോലും ആ തൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ തന്നെയാണ് അത് കോഡ് ചെയ്യുന്നത്. സോ ഡീജനറേറ്റ് എബിലിറ്റി ഉള്ള ആ ഒരു കോഡോണായിരുന്നു അത്. സോ ഇവിടെയുള്ള മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ മ്യൂട്ടേഷൻ ഒന്നും തന്നെ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ മ്യൂട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ. ഈ മ്യൂട്ടേഷൻ്റെ പ്രകാരം ഈ ജീനിൽ ചേഞ്ച് വന്നിട്ടും, ഈ C എന്ന് പറഞ്ഞ ബേസ് സീക്വൻസിൽ ചേഞ്ച് വന്നിട്ടും അത് അതിൻ്റെ അമിനോ ആസിഡിൽ മാറ്റം വരുത്തിയില്ല. ബിക്കോസ് അതേ വേറെ കോഡോണും അതേ അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യുന്നതാണ്. സോ അമിനോ ആസിഡിന് മാറ്റം വരാത്തത് കൊണ്ട് എന്ത് സംഭവിക്കില്ല? അതിൻ്റെ ഫീനോടൈപ്പിൽ മാറ്റം വരില്ല. ജീനോടൈപ്പിൽ മാറ്റം വന്നു, അമിനോ ആസിഡിൽ മാറ്റം വരുമ്പോഴാണ് അത് ഒരു ഫീനോടൈപ്പ് അല്ലെങ്കിൽ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചേഞ്ച് വരുള്ളൂ. ഇവിടെ അതിവിടെ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇല്ല. ബിക്കോസ് രണ്ടും സെയിം അമിനോ ആസിഡിനെ തന്നെയാണ് മ്യൂട്ടേഷൻ വഴി ഉണ്ടായ ആ കോഡോണും മുമ്പുണ്ടായ അതേ അമിനോ ആസിഡിനെ തന്നെ കോഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? അവിടെ കാര്യമായ ഒരു ഫീനോടൈപ്പ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുന്നില്ല ഫീനോടൈപ്പിൽ. സോ അങ്ങനത്തെ മ്യൂട്ടേഷനെ സൈലൻറ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഫീനോടൈപ്പിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചും വരാത്തത്, അങ്ങനെയാണ് സൈലൻറ്റ് മ്യൂട്ടേഷൻ. അടുത്ത മ്യൂട്ടേഷൻ നോക്കി ഒരു എക്സാമ്പിൾ ഇതുപോലെ mRNA AUG, AGU, UAC, UUU, UUU, UUU ഇതൊക്കെ. ഇനി നോക്കി അതിൻ്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡ് മെത്തിയോണൈൻ, എല്ലാത്തിലും പറഞ്ഞ പോലെ ഇനീഷ്യേറ്റർ ആയിട്ടുള്ള കോഡ് മെത്തിയോണൈൻ, AGU എന്ന് പറഞ്ഞ സെറൈൻ, UAC എന്ന് പറഞ്ഞ തൈറോസിൻ, UUU ഇതൊക്കെ എന്താണ്? ഫീനൈലലൈൻ. ഇതിനെയൊക്കെ കോഡ് ചെയ്യുന്നത് ഫീനൈലലൈൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡാണ്. ഇനി ഇവിടെയുള്ളതിലും ഇതുപോലെ UAC എന്ന് പറഞ്ഞ കോഡിൽ നമ്മുടെ ചേഞ്ച് വരികയാണ്. ഈ Cക്ക് പകരം G വരികയാണെന്നുണ്ടെങ്കിൽ, ഈ മൂന്നാമത്തേന് പകരം G വരികയാണെങ്കിൽ UACന് പകരം എന്തായിട്ട് മാറുന്നു? UAG.
എന്ന് പറയുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് UAG എന്താണ്, സ്റ്റോപ്പ് കോഡോണാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മെത്തിയോണൈൻ അതുപോലെ സെറൈൻ UACക്ക് പകരം എന്തായി മാറി, UAG എന്ന് പറഞ്ഞത്. സോ UAG എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ്. സോ ഇവിടെയാണെങ്കിൽ ആ പ്രോട്ടീൻ സിന്തസിസ് അതിൽ അമിനോ ആസിഡിൻ്റെ ആഡിങ് തീർന്നു, സ്റ്റോപ്പായി എന്ന് പറഞ്ഞു. പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പായി, സ്റ്റോപ്പ് കോഡോൺ വെച്ച് ഇങ്ങനെയുള്ള മ്യൂട്ടേഷനും സംഭവിക്കാറുണ്ട്. ആ പറഞ്ഞ ചേഞ്ച് വരുമ്പോൾ ആ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആവുന്നു. ബിക്കോസ് അവിടെ വന്നത് എന്താണ്, ഇതിലെ സീക്വൻസ് മാറിയപ്പോൾ അതൊരു സ്റ്റോപ്പ് കോഡോണായി മാറി, ഇതൊരു സ്റ്റോപ്പ് കോഡോണായി മാറി, പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആവും. ഇത് അങ്ങനെ 3 ടൈപ്പുള്ള മ്യൂട്ടേഷൻസ്, പോയിന്റ് മ്യൂട്ടേഷൻ, സൈലൻറ്റ് മ്യൂട്ടേഷൻ, അതുപോലെ ആ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആവുന്ന ടൈപ്പുള്ള മ്യൂട്ടേഷൻ.